പാലക്കാട് ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നു. കാർഷിക മേഖലയിലെ വ്യത്യസ്തമാർന്ന സമരങ്ങളുടെ നാടാണ് നല്ലതയായി വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട്. നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഊർജം പകർന്ന നിരവധി സംഭവങ്ങളുണ്ടായ ജില്ലയാണ് പാലക്കാട്. സദാ VMSൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെയും നവോത്ഥാന രംഗത്തെ ഇടപെടലുകൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണുമാണ് പാലക്കാടിൻ്റെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാർട്ടി കോൺഗ്രസും അതിൻ്റെ തീരുമാനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന കാഴ്ചപ്പാടോടെയാണ് മാർക്സിസം രൂപപ്പെട്ടത്. ആ കാഴ്ചപ്പാട് ലോകരംഗത്ത് തൊഴിലാളികൾക്കും കർഷകർക്കും ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതിന് ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുതലാളിത്തം വളർച്ച പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ വിലയിരുത്തുകയും അതിൻ്റെ രൂപപ്പെടലും വളർച്ചയും തകർച്ചയും എല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് മാർക്സിസം രംഗത്ത് വന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും പരസ്പര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ്. അവ മാറ്റത്തിന് വിധേയമാകുന്നതാണ് എന്നും മാർക്സിസം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ലോകത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയവുമായി കണ്ണിചേർന്ന് കിടക്കുന്നുവെന്ന മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർവദേശീയ സംഭവവികാസങ്ങളെക്കുറിച്ച് നാം പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകാനിരിക്കുകയാണ്. നമുക്കറിയാം, ആ രാഷ്ട്രീയ പ്രമേയം എല്ലാ പാർട്ടി ഘടകങ്ങളിലും വിശദമായി ചർച്ച ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ആകെ കാര്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനല്ല പോകുന്നത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, തൊഴിലാളി വർഗത്തെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ അജണ്ടയായി ഒരിക്കലും മാറാതിരുന്ന ഘട്ടത്തിലാണ് തൊഴിലാളികളുടെ രാഷ്ട്രീയത്തിൻ്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പ്രശ്നങ്ങളുമായി മാർക്സിസം കടന്നു വരുന്നത്. മാർക്സിസത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ പല പ്രതിസന്ധികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പോലും
മാർക്സും എംഗൽസും രൂപപ്പെടുത്തിയത്. അത് 1876 പിരിച്ചുവിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ തിരിച്ചടികൾ ഓരോന്നും ഉണ്ടാകുമ്പോഴും പ്രതീക്ഷ കൈവിടിയാതെ മാർക്സിന്റെ കാഴ്ചപ്പാടുകൾ ശാസ്ത്രീയ സമീപനമാണ്. അതുകൊണ്ട് അതിനെ പൊടിച്ചുകൂടാനാവില്ല. ഇത് മാർക്സും എംഗൽസും ആ ഘട്ടങ്ങളിൽ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അവര് ജീവിച്ചിരുന്ന കാലത്ത് അവർ വിഭാവനം ചെയ്ത തരത്തിലുള്ള ഒരു സാമൂഹ്യ സൃഷ്ടി അവർക്ക് കാണാനായില്ല. ആകെ 1871 പാരീസ് കമ്മ്യൂണിന്റെ അനുഭവങ്ങൾ മാത്രമായിരുന്നു അവർ കണ്ടത്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ നവീകരിക്കാനാണ് അവർ പരിശ്രമിച്ചത്. അതിന്റെ ഭാഗമായാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ കാഴ്ചപ്പാടുകളെ പോലും നവീകരിച്ചത്. തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്ന ആശയം അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. മാർക്സിനും എംഗൽസിനും ശേഷം മാർക്സത്തെ മുന്നോട്ട് കൊണ്ടുപോയ ലെനിന്റെ കാലത്താണ് മാർക്സ് വിഭാവനം ചെയ്യുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള ഒരു വിപ്ലവം നടക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനു മുൻപ് തിരിച്ചടിയേറ്റ ഒരു വിപ്ലവശ്രമം ഉണ്ടായി. അതിനുശേഷമാണ് ഇത്തരമൊരു ലക്ഷ്യം പൂർത്തീകരിച്ചത്. സോവിയറ്റ് യൂണിയനിൽ രൂപപ്പെട്ട സോഷ്യലിസ്റ്റ് പരീക്ഷണം 7 പതിറ്റാണ്ട് നിലനിന്നു. 7 പതിറ്റാണ്ടിന് ശേഷം തകർക്കപ്പെട്ടു. എന്നാൽ അതിന്റെ സ്വാധീനം ലോകത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന നിലയുണ്ടായി. തൊഴിലാളികളും മർദ്ദ ജനവിഭാഗങ്ങളും അവരെല്ലാം മനുഷ്യരായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥ ലോകത്താകെ രൂപപ്പെടുന്നതിൽ ഈ വിപ്ലവം വഹിച്ച പങ്ക് ഏറെ വലുതാണ്. മാത്രമല്ല, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല എന്ന അന്തരീക്ഷവും അത് രൂപപ്പെടുത്തി. ഇവിടെ ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിൽ അണിനിരക്കുന്നതിനായിരുന്നു, ലോകമാകെ കീഴ്പ്പെടുന്നതിനായിരുന്നു ഹിറ്റ്ലർ ശ്രമിച്ചത്. ആ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചത് സോവിയറ്റ് യൂണിയനും അണിനിരക്കുന്നതിനായിരുന്നു, ലോകമാകെ കീഴ്പ്പെടുന്നതിനായിരുന്നു ഹിറ്റ്ലർ ശ്രമിച്ചത്. ആ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചത് സോവിയറ്റ് യൂണിയനും മാർക്സിസ്റ്റ് ആശയത്തിനും വലിയ പങ്കുണ്ട്. നമുക്കറിയാം, 1920 റഷ്യയിലെ താഷ്കന്റിലാണ് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരണം നടക്കുന്നത്.